ശക്തമായ മുന്നേറ്റമായിരിക്കും ഉണ്ടാവുക. ഗവൺമെന്റിനെതിരായ ഒരു വികാരം ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഒന്ന് ശബരിമല സ്വർണ്ണക്കവർച്ച. അതേപോലെ തന്നെ ജനങ്ങൾ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്നതാണ് ബിജെപിയുമായിട്ടുള്ള സിപിഎമ്മിന്റെ ബന്ധം. ആ ഒരു ഡീൽ വളരെ വ്യക്തമായ രീതിയിൽ നടക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറെ നാളുകളായി ജനങ്ങൾക്ക് അതിൽ ആശങ്കയുണ്ട്. മതേതര പക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായ നിലപാടെടുക്കേണ്ട സിപിഎമ്മും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ബിജെപിക്ക് മുന്നിൽ എല്ലാം അടിയറവ് വെച്ചുകൊണ്ട് ബിജെപി എന്തു പറയുന്നോ അത് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ബിജെപി ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പിടുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ സിപിഎം മാറിയത് കേരളത്തിലെ മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കിയ ഒന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി തന്നെ ബിജെപിയുമായിട്ടുള്ള സിപിഎമ്മിന്റെ ഈ ബന്ധത്തിനെതിരെയുള്ള ശക്തമായ തിരിച്ചടി ഈ ഇലക്ഷനിലുണ്ടാവും. PM ശ്രീ പദ്ധതി ഒപ്പിടുന്ന കാര്യത്തിലായാലും ലേബർ കോഡുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും എല്ലാം തന്നെ സിപിഎം ഇന്ന് ബിജെപിക്ക് കീഴടങ്ങുകയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസ് ശക്തമായി രാഹുൽ ഗാന്ധി പാർലമെന്റിലും പുറത്തും അതിശക്തമായ പോരാട്ടം ബിജെപിക്കെതിരെ നടത്തുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി, അതോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ബിജെപിക്ക് മുന്നിൽ തലകുനിച്ച് കുമ്പിട്ട് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ അതിനെതിരെയുള്ള വോട്ടായിരിക്കും ഇന്നത്തെ ജനങ്ങളുടെ, അതിനെതിരെയുള്ള പ്രതിഷേധമായിരിക്കും ഇന്നത്തെ വോട്ട്. UDFന് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യും. ഈ ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ നിലവിലുള്ള ഈ വികസന വിഷയങ്ങളോ ഒന്നല്ല, ഈ ബിജെപി സിപിഎം ഈ ബന്ധം ആണോ പ്രധാനമായും ഏറ്റവും കേരളം പോലുള്ള സംസ്ഥാനത്ത് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും, സംശയമില്ല. പക്ഷേ ഇത് കേരളം എന്ന് പറയുന്ന, കേരളത്തിന് ഇതര സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായി ഒരു മതേതര സംസ്കാരമുണ്ട്, മതേതര മുഖമുണ്ട്. അതിനകത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇടതുപക്ഷമാണെങ്കിൽ പോലും ബിജെപിക്കെതിരെയുള്ള സമരങ്ങളിൽ ചേർന്ന് നിന്നിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ പിണറായി വിജയൻ മാത്രം അത്തരം കാര്യങ്ങൾ പുറകോട്ട് പോയി പാർട്ടിയുടെ തീരുമാനങ്ങളെ പോലും അവഗണിച്ചുകൊണ്ട് പാർട്ടിയെ ബിജെപിക്ക് മുന്നിൽ കുമ്പിട്ട് നിർത്തേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ അതിനെതിരെയുള്ള പ്രതിഷേധം വളരെ പ്രസക്തമാണ്. കേരളത്തിൽ വികസന കാര്യങ്ങളുണ്ട്, ക്ഷേമപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വീഴ്ചകളുണ്ട്, പെൻഷന്റെ കാര്യത്തിലുള്ള വീഴ്ചകൾ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് വികസനം, ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനം, അതോടൊപ്പം നമുക്ക് ഒരു മതേതര കാഴ്ചപ്പാടുണ്ട്. അപ്പൊ അതിന് വിരുദ്ധമായി ഏത് പാർട്ടി പോയി കഴിഞ്ഞാലും അതിനെതിരെ ഗവൺമെന്റ് ജനങ്ങൾ തിരിച്ചടിക്കും. ആ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവുക. മതേതര കാഴ്ചപ്പാടിൽ നിന്ന് മാറിയിട്ടുണ്ടോ? അല്ല, നിങ്ങൾക്ക് ബോധ്യമല്ലേ PM ശ്രീയിൽ ഒപ്പിട്ടത് ആര് പറഞ്ഞിട്ടാണ്, എന്തിന്റെ പേരിലാണ്? അങ്ങനെ ഒപ്പിട്ട ആ സാഹചര്യം ക്യാബിനറ്റിൽ പോലും മറ്റ് മന്ത്രിമാരിൽ നിന്ന് ഒളിച്ചു വെച്ചത് എന്തിനാണ്, മറച്ചു വെച്ചത് എന്തിനാണ്? 16-ാം തീയതി ഒപ്പിട്ടിട്ട് 22-ാം തീയതി ക്യാബിനറ്റിൽ നമുക്ക് ആലോചിക്കാന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഇതൊക്കെ CPM BJP ഡീലാണ്. അതിന്റെ പുറകാണ് ലേബർ കോഡ്. ഇന്ത്യയിലെ മറ്റ് BJP സംസ്ഥാനങ്ങളില്ലേ, അവിടെ പോലും ചട്ടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ധൃതി പിടിച്ചെന്താണ് കേരളത്തിൽ ചട്ടങ്ങൾ ഉണ്ടാക്കിയത്? ആർക്കു വേണ്ടിയാണ്? ഇതൊക്കെ പകൽ വെളിച്ചം പോലെ പ്രകടമായിട്ടും ഇത് ആർക്കെങ്കിലും സംശയമുണ്ടോ BJP CPM ഡീലല്ല എന്നുള്ളത്? മുഖ്യമന്ത്രി ഇന്ന് വോട്ട് ചെയ്തതിനു ശേഷം പറഞ്ഞത് ഭരണവിരുദ്ധ വികാരമില്ല, ശബരിമല ജനങ്ങൾക്ക് ഇടയിൽ യാതൊരു സംശയമില്ല, വോട്ടായി മാറില്ല എന്നാണ് പറയുന്നത്. അല്ല, അദ്ദേഹം അതല്ലാതെ മറിച്ച് പറയാൻ പറ്റും. അദ്ദേഹത്തിന് മറിച്ച് പറയാൻ പറ്റും. അദ്ദേഹം CPMന്റെ നേതാവാണല്ലോ, മുഖ്യമന്ത്രി മാത്രമല്ലോ, CPM നേതാവാണല്ലോ. ഇന്ന് അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ CPM നേതാവ് രീതിയിലാണ് എനിക്ക് തോന്നിയത്. മുഖ്യമന്ത്രി ഭരണവിരുദ്ധ